അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും കുറേ ദിവസത്തിന് ശേഷം 10 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുറച്ച് ദിവസം എന്തായിരുന്നു, ഒത്തിരി ദിവസം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറേ ദിവസം വീടിനകത്ത് തന്നെ ഇരുന്ന് ഒരു ദിവസം ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. അതായത് കുറേ നാളെ ശേഷമാണ് നല്ല രീതിയിൽ പനിയും ജലദോഷവും പിന്നെ കഫക്കെട്ടും എല്ലാം കൂടെ വന്നപ്പോൾ ഒരുമിച്ച് വന്നല്ലേ. മൊത്തത്തിൽ ഞങ്ങളെ യാത്രയല്ല, അതെ അതൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം വീഡിയോസ് ഒക്കെ ഇടാതിരുന്നത്. ഇപ്പൊ ഞങ്ങൾ നല്ലൊരു കാറ്റ് കൊള്ളാൻ വേണ്ടി ഒരു അടിപൊളി ഒരു സ്ഥലത്ത് വന്നിരിക്കുക അല്ലേ. നമ്മളിപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് ഉള്ളത്. ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ ഞങ്ങൾക്ക് ആദ്യം കാണിച്ചു കേട്ടോ. നല്ല രസമുണ്ട്. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി, എന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കുവാണ്. നമ്മളൊരു ആൽത്തറയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ ഇൻട്രോ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഒന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ, കണ്ടോ? ഓമ്മോ എന്ത് രസമാണെന്ന് നോക്കിയാൽ ഞങ്ങൾ നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്തുള്ള ഉത്രാളിക്കാവ് എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ. നല്ല പച്ചപ്പ് വിരിച്ച നെൽവയലുകൾ കാണാം. ചെറിയ മഞ്ഞുണ്ടല്ലേ, മഞ്ഞുണ്ട്. അപ്പൊ ഈ ഒരു ആൽത്തറയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഇൻട്രോ എടുത്തത് അല്ലേ. കാറ്റിന്റെ സമയം തോന്നുന്നു അല്ലേ, സൂപ്പർ അല്ലേ. അതെ, നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനിയും ട്രെയിൻ വരുന്നത് നമുക്ക് കാണണം, നല്ലപോലെ കാണണം. നമുക്ക് റെയിൽവേ ട്രാക്കിനടുത്തൊക്കെ പോകണം. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ആൽത്തറ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആൽത്തറ കാണാം. നമുക്ക് ഇവിടെ നിന്ന് ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ചേലക്കരയിലോട്ടൊക്കെ പോകാം. ഞങ്ങൾ അതുവഴിയാണ് പാലക്കാട് നിന്ന് വന്നത്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വടക്കാഞ്ചേരി തൃശ്ശൂരൊക്കെ പോകാം കേട്ടോ. ഇതാണ് ഇവിടുത്തെ ആൽമരം എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് 2 സൈഡിലും വയലും അതിന് നടുക്കൊരു അമ്പലവും, അതിനേക്കാളും പ്രത്യേകത ഒരു റെയിൽവേ ട്രാക്കും കൂടി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഈ ഒരു അമ്പലത്തിലോട്ട് നമ്മൾ പോകുന്ന വഴിക്കായിട്ട് ഇവിടെയൊക്കെ നമുക്ക് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഓരോരുത്തർ വണ്ടി വെച്ചിട്ടുണ്ട്, നമ്മൾ വണ്ടി ഇവിടെ വെച്ചു. അല്ല, കാറ്റടിക്കുന്നുണ്ടല്ലേ, അടിപൊളി കാറ്റ്. നമുക്ക് അങ്ങോട്ട് പോവാം. സമയം എന്ന് പറയുന്നത് 4 മണിയാവും പോവാണ്. ഇനി വന്ദേ ഭാരത് എത്ര മണിക്കാന്ന് അറിയാം. വന്ദേ ഭാരത് ഇതുവഴി പോകുന്ന കാണാനാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. നമുക്ക് നോക്കാം, ആപ്പിൽ നോക്കണം. ഇപ്പം ഞങ്ങൾ വന്നോ നല്ല സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നെല്ലൊക്കെ പിടിച്ചു നിൽക്കുന്ന സമയമാണ്. പച്ചയുണ്ട് മഞ്ഞയുണ്ട് എന്നുള്ള രീതിയല്ലേ. ശരിയാ, അതിന്റെ ഒരു അതേ ഫീലുള്ള സ്ഥലമാണ് കേട്ടോ. വാഴാളിക്കാവ് പോലെ തന്നെ ഉത്രാളിക്കാവ്. അതെ അതെ, അതാണ് അവിടെ ഇല്ലാത്തൊരു കാര്യം ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ട്രെയിൻ പോകുന്ന കാണാം. ആ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ നേരിട്ട് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. നമുക്കപ്പോൾ ഇങ്ങനെ വയലുകളൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല വിളഞ്ഞ നെല്ലല്ലേ. എന്തോ എന്ത് ഭംഗി നോക്കിയേ. കാണോ, നല്ല സൂപ്പറായിട്ട് വിളഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ നടന്നു പോകാല്ലേ. അമ്പലം അടച്ചിട്ടിരിക്കുക. നമുക്ക് ഇതിലേക്കൂടെ പോയിട്ട് ഞങ്ങൾ റെയിൽവേ ട്രാക്കിലൊക്കെ പോകും കേട്ടോ. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്താൽ തന്നെ പൊളിയായിരിക്കും അല്ലേ. നീ ഇവിടെ നിൽക്കുക, ഞാൻ ഫോട്ടോ എടുക്കാം. എന്തായാലും ഞങ്ങൾ വന്ന സമയത്തുണ്ട് ഇവിടെ ആരുമില്ലല്ലേ, ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഉത്രാളിക്കാവിൽ പൂരം ഉള്ളത്. അപ്പോൾ ഈ പൂരം നടത്തുന്നതൊക്കെ ഇവിടെ തന്നെ ആയിരിക്കണമല്ലോ. സാധാരണ ഈ വയലിൽ കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ പൂരം. അപ്പം തൃശ്ശൂർ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു പൂരമാണ് ഉത്രാളിക്കാവ് പൂരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. വലിയ കവാടമൊക്കെ കാണാം. ഇപ്പം എന്തായാലും ക്ലോസ്ഡ് ആണ്, അടച്ചിരിക്കുകയാണ്. അമ്പലം CCTV നിരീക്ഷണത്തിലാണ്. ക്ഷേത്രത്തിനകത്ത് ക്യാമറ എടുക്കാൻ പാടില്ലെന്ന കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ള ക്ഷേത്രമാണ് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ടല്ലേ. ഒരു കുഞ്ഞു ക്ഷേത്രമാണ്, പക്ഷേ ഇതിൻ്റെ എൻട്രൻസ് ഭയങ്കര വലിപ്പമാണെങ്കിൽ അകത്ത് ചെറിയൊരു ക്ഷേത്രമാണ് കേട്ടോ. എൻട്രൻസ് നല്ല പൊക്കത്തിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോക്കുമ്പോൾ കാണുന്നൊരു ഭംഗി തന്നെയാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ. ഇതേ ചുറ്റും ഇപ്പുറത്തും നമുക്ക് എല്ലാ സൈഡിലും ഉണ്ട് നമുക്ക് നെൽപ്പാടങ്ങൾ നല്ല രീതി കാണാം. അപ്പം ഞങ്ങൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് 13-ാം തീയതിയാണ് കേട്ടോ. ഡിസംബർ 13-നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ 13-ാം തീയതി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ സമയത്ത് ഇവിടെ നെല്ലൊക്കെ ഉണ്ട്, നല്ല പച്ചപ്പുണ്ട്. അപ്പോൾ ഇത് കാണാൻ വരുന്നവർക്ക് ഈ സമയത്ത് വരാം. കാരണം പിന്നെ കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴത്തേക്ക് കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മനോഹരമായ ക്ഷേത്രം ഇങ്ങനെ കണ്ടു. ആതിരതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ഞാനിതൊക്കെ ഒന്ന് ചുറ്റി കാണുമായിരുന്നു. അങ്ങോട്ട് പോവുകയാണോ നീ? ഇപ്പോഴേ പോവാണോ? അപ്പോൾ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് മഹാകാളി ക്ഷേത്രമാണ്. മഹാകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും
ഒരുപാട് പേര് വന്ന് ഡ്രോണിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ. ആ പോകുന്നവരൊക്കെ ഡ്രോണിൽ വിഷ്വലൊക്കെ എടുക്കുന്നുണ്ട്. യൂട്യൂബേഴ്സും ഡ്രോണും കൊണ്ട് നടക്കുന്നവരും ക്യാമറയും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള എല്ലാവരും വരുന്ന സ്ഥലം കൂടിയാണ് ഈ ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ ഇതുവഴി നമുക്ക് നടന്നാൽ നമുക്ക് ആ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനാണ്. അമ്പലം 5 മണിക്കേ തുറക്കത്തുള്ളൂ. നമ്മൾ 4 മണിക്കാണ് വന്നത്. അവിടെ നമ്മൾ അമ്പലത്തിലൊന്നും കയറുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ സ്ഥലവും ക്ഷേത്ര പരിസരമൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിരുന്നുള്ളൂ. എന്നാൽ നമുക്ക് ആ ട്രാക്കിൻ്റെ അവിടെ കൂടെ വരെ പോയാലോ. നല്ല വിളഞ്ഞ നെല്ലല്ലേ. കഴിക്കുവാണ് നീ? എന്ത് ഗൾഫിലൊക്കെ ഉണ്ടാവുമെന്നോ നെല്ല്? അല്ലേ, ഗൾഫിൽ നെല്ലുണ്ടാവുന്നുണ്ട്. പ്രവാസികളൊക്കെ ഇത് കാണുമ്പോൾ അവർക്കൊരു ഫീലായിരിക്കും. ഇതിനകത്തൂടെ ഇങ്ങനെ കൊണ്ടുപോകണമെന്നാണ് ആതിര പറയുന്നത് കേട്ടോ. എന്താ ഇതിനകത്തൂടെ ഇങ്ങനെ നെല്ലിങ്ങനെ. അതെ അതെ, സത്യം പറയാം ഞങ്ങൾ ഈ പാലക്കാട് ഭാഗത്തൊക്കെ വന്ന പിന്നെയാണ് നെല്ലൊക്കെ കാണുന്നത് തന്നെ. കൊല്ലത്തൊന്നും നമ്മളെ കാണത്തേ ഇല്ല അല്ലേ. തമിഴ്നാടാണ്. കേരളത്തിൽ കാണുന്നത് പാലക്കാട് ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ. ഇത് പാലക്കാടല്ല, തൃശ്ശൂർ ജില്ലയാണ്. പാലക്കാട് ജില്ല മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലും നല്ല ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ചേലക്കര ഈ ഭാഗത്തൊക്കെ അടിപൊളി ഗ്രാമങ്ങളാണ്. നല്ല നല്ല വില്ലേജുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്ക് വരുന്ന വഴിക്കൊക്കെ ഞങ്ങൾ കണ്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ നടക്കുവാണ്. നമ്മളിപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ഡിസംബർ ലാസ്റ്റിനുള്ളിൽ ഇവിടെ വരും കേട്ടോ. കാരണം ഡിസംബർ ആകുമ്പോഴത്തേക്കും മിക്കവാറും ഇത് കൊയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൊയ്ത്ത് കഴിഞ്ഞാൽ ഇത് 2ാം വിളവാന്ന് തോന്നുന്നല്ലേ. നമ്മൾ വന്നിട്ട് ഇത് 2ാം വിളവായത്. ഇത് 2ാം വിളവായിരിക്കും. കാരണം ഇനിയിപ്പോൾ വേനൽക്കാലം വരാൻ പോവാണ്. കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നടാൻ ചാൻസ് ഇല്ല. എന്തായാലും ഇപ്പോൾ വന്നാൽ നിങ്ങൾക്ക് നല്ല പച്ചപ്പിൽ ഈ അമ്പലവും ഈ പരിസരമൊക്കെ കാണാൻ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർക്ക് വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം അറിയാമല്ലോ. തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററേ കാണത്തുള്ളൂ ഈ ക്ഷേത്രത്തിലോട്ട്. നിങ്ങൾക്ക് ബസ്സിലോ ഓട്ടോയിലോ ഒക്കെ വരാം. അല്ലെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടി വരുന്നവർക്ക് നേരെ ഇങ്ങോട്ട് വരാം കേട്ടോ. ഇതിൽ പോകാൻ പറ്റത്തില്ലടി, വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ റെയിൽവേ ട്രാക്ക് ലക്ഷ്യമാക്കിയാണ് നടക്കുന്നത്. പോകാൻ പറ്റും തോന്നല്ലേ. അവിടെ പാലമുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ എല്ലാം ഫുള്ള് ഇവിടെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. കൃഷി ആവശ്യത്തിലുള്ള ചാലാണെന്ന് അറിയാൻ വയ്യ. ഈ ചാലിലെ വെള്ളം നേരെ ഈ വയലിലോട്ട് പോകുന്നുണ്ട്. പോകാൻ പറ്റുമോ? ആഹാ, ചെറിയൊരു പാലം ഉണ്ടല്ലേ. ഇത് നമ്മളെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നുമില്ല, ഈ അമ്പലവും ഈ പരിസരം മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഇവിടത്തേക്ക് ഏകദേശം 58 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ പാലക്കാട് ടൗണിൽ നിന്നാണ് വന്നത്. നല്ല പാലമാണല്ലോ അല്ലേ. ഇത് ഇവിടെ ഉള്ളവർ തന്നെ പണിഞ്ഞാൻ തോന്നുന്നു കേട്ടോ. അതായത് നമ്മളെ ഇത് വെച്ചിട്ടാണ് പണിഞ്ഞിരിക്കുന്നത്. എന്തോ കവുങ്ങിൻ്റെ തടി വെച്ച പാലം. നീ വെള്ളോട്ട് കയറി പോകുമ്പോൾ സൂക്ഷിക്കണേ, ട്രെയിൻ വരുന്ന അറിയാൻ പറ്റത്തില്ല. നോക്കി എന്ത് ഭംഗി നോക്കി ഈ പാലമൊക്കെ വരുന്നുണ്ടോ. പക്ഷേ ട്രെയിൻ അവിടെ നിന്നാണ് എടുക്കേണ്ടത്. അവിടെ നമ്മൾ ഓൾറെഡി എടുത്തു. ദൂരെ നിന്ന് എടുക്കുമ്പോഴാണ് ഭംഗി. എന്നാലും നോക്കാമല്ലോ. നോക്കിയിരിക്കണേ, ഇവിടെ ഫുള്ള് കണ്ടോ. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ഇതൊക്കെ വെച്ച് കളിക്കത്തില്ലേ, ഇതിങ്ങനെ ആക്കിയിട്ട് അല്ലേ. അപ്പുറത്തും വയല. നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ദൈവമേ വീഴുന്നു. ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണിത്. ഈ ക്ഷേത്രം എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കും അല്ലേ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ. ആ ട്രാക്ക് എറണാകുളം തൃശ്ശൂർ, ഈ ട്രാക്ക് ഷൊർണൂർ, പിന്നെ ഇവിടുന്ന് ഡൈവേർട്ടായിട്ട് പാലക്കാട്. ഈ 2 ട്രാക്കാണിത്. ഈ ട്രാക്കിലേക്കൂടെ നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് ഈ നമ്മൾ പാലക്കാടോട്ട് പോകുമ്പോഴാണ് ഈ അമ്പലം നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. മറ്റേ അപ്പുറത്ത് പോകുമ്പോൾ നമ്മൾ അത്ര രീതി കാണത്തില്ല തോന്നും. കാണും, എന്നാലും ഇപ്പുറത്തൂടെ പോകുമ്പോഴാണ് ഭംഗി കേട്ടോ. എന്തായാലും നമുക്കൊരു ട്രെയിൻ വരുന്നവിടെ കണ്ടിട്ട് തിരിച്ചു പോവാല്ലേ. ഇങ്ങോട്ട് നില്ലേ, ട്രെയിൻ വരട്ടെ. ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്ന് ട്രെയിനൊന്നും കാണുന്നില്ല. നമുക്ക് തന്നെ അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. വന്ദേ ഭാരത് എനിക്ക് തോന്നുന്നു വൈകിട്ട് 6 മണിക്ക് എങ്ങാണ്ടെന്ന് തോന്നുന്നു. അത് ഇരുട്ടാവും തോന്നുന്നു. ഇത് ഭയങ്കര സ്ലിപ്പാണ് കേട്ടോ ഇവിടെ. അതെ ഇവിടെ നിന്ന് തെന്നിപ്പോകുന്നുണ്ട്. കുറച്ച് ദിവസം വീഡിയോ എടുക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് തെച്ചു കിട്ടുമോ അല്ലേ. സംസാരമൊന്നും വരുന്നില്ല. അതങ്ങനെയാണല്ലോ, ഏതൊരു ജോലിയായാലും കുറേ നാൾ വണ്ടി ഓടിക്കാതിരുന്നിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതുണ്ടാകത്തില്ല. അതേപോലെ നമുക്ക് അപ്പുറത്തൊരു ചേട്ടൻ അവിടെ ഉണ്ട്.
അവിടെ നിന്നാലാണ് ട്രെയിനിന്റെ നല്ല വ്യൂ കിട്ടത്തുള്ളൂ. എന്താ പറഞ്ഞേ? ആ, അവിടെ ഒരു ആട് ജീവിതമുണ്ടല്ലേ. ആടൊക്കെ ഇവിടെയാണ് മേയ്ക്കുന്നത്? ഇവിടെ ഉണ്ടോ അതിന് ഫുഡൊക്കെ? ചേട്ടന്റെ പേരെങ്ങനെയാ? കുട്ടനാണല്ലേ. ഇവിടെ തന്നെ ഉള്ളതാണ്? ഇവിടെ ഉള്ളതാണ്. കെട്ടിയിടോ അതിന്, അതോ ഇങ്ങനെ വിട്ടേക്കോ? കെട്ടിയിട്ടില്ലേ? ആ അതാ ട്രാക്ക് ഉള്ളതുകൊണ്ട്. എവിടെയായിരുന്നു? അവിടെ ആയിരുന്നു അല്ലേ നിൽക്കാൻ പറ്റുന്ന സ്ഥലം? നീ അങ്ങോട്ട് കിടന്നോ? അല്ലേ അവിടെ നിൽക്കാൻ പറ്റും. ശരി ശരി. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണോ? 5 എണ്ണം ഉണ്ടല്ലേ. ട്രെയിൻ വരും, വന്നു ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കും. ഒരു ട്രെയിൻ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മൾ പ്രത്യേകിച്ച് ട്രെയിൻ യാത്രയെ കൂടുതൽ ഞങ്ങളിടയ്ക്ക് ട്രെയിൻ കാണാൻ വേണ്ടി, നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്നതാണ്, എന്നാലും നമ്മൾ ട്രെയിൻ കാണാൻ വേണ്ടി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ പോയി ഇതിലെ കൂടെ കയറാൻ വാ. ഒരു കുഴപ്പമില്ല, നീ വാ. ഞാനല്ലേ കൂടുതൽ ധൈര്യമായിട്ടോ. കാടാന്നേ ഉള്ളു. കാടൊന്നും കുഴപ്പമില്ല, ആട് തിന്നുന്ന കാടാ. ഇവിടെ ആകുമ്പോഴേ നമുക്കൊരു ലാൻഡിങ് ഉണ്ട്. നീ കയറി വാ. ഞാൻ വന്ന അതേ വഴിയിലേക്ക് വന്നേ. അത്രേ ഉള്ളു, ചൊറിയത്തൊന്നുമില്ല. അപ്പോൾ അതെ, ഇവിടെ നിന്നാണ് നല്ല വ്യൂ കിട്ടും, ട്രെയിനിൻ്റെ വ്യൂ കിട്ടും. നമുക്കിവിടെ നിൽക്കാനുണ്ടോ അടിപൊളി ഒരു സ്പേസും ഉണ്ട്. ആഹാ, ഇവിടെ നിന്നാണ് കേട്ടോ ഭംഗി. കണ്ടോ, ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് പോലത്തെ സ്ഥലം അല്ലേ. ഇതൊക്കെ ഇളകിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രെയിനും കൂടെ വന്നിട്ടേ ഞങ്ങളിന്ന് പോകത്തുള്ളൂ കേട്ടോ. എത്ര നേരം വെയിറ്റ് ചെയ്താലും സാരമില്ല, ഞങ്ങൾ ട്രെയിൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. നീ ഇങ്ങോട്ട് നില്ലേ. നമ്മൾ ട്രെയിനാന്നൊക്കെ വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്ന ഇതൊരു ചെറിയ ബസ്സായിപ്പോയി. ഇതെന്തെന്ന് വണ്ടി എന്ന് പറയോ? പക്ഷെ പോകുമ്പോൾ സൗണ്ട് ഉണ്ടോ ഭയങ്കരമായിട്ട്. ട്രാക്ക് ചെയ്ത് ടേണിങ് ആയതുകൊണ്ടായിരിക്കും നല്ല സൗണ്ട് കേൾക്കാം കേട്ടോ. ദൂരെ നിന്ന് വണ്ടി വരുമ്പോഴേ അറിയാൻ പറ്റും. പണ്ടുള്ള ചെവി വെച്ച് നോക്കുന്നുണ്ടല്ലേ ട്രാക്കിൽ. നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഉത്രാളിക്കാവ് പൂരം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. എന്തായാലും നമുക്ക് ഈ വർഷം പറ്റുമെങ്കിൽ, ഈ വർഷമല്ല 2024 കഴിഞ്ഞല്ലോ, ഈ വർഷം കഴിഞ്ഞല്ലോ, 24 നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഈ ഉത്രാളിക്കാവ് കാണണം. പിന്നെ നമ്മളെ വേല പറഞ്ഞില്ലേ, എവിടെയായിരുന്നു? നെമ്മാറ വേല അല്ലേ, അത് നമുക്ക് മാർച്ച് ആ സമയങ്ങളിലാണ്. അതായത് ഇനി എല്ലാം ഈ അതെ അതെ, പൂരം നടക്കുന്നത് തന്നെ ഈ കൊയ്ത്തിന് ശേഷമാണല്ലോ പൂരം നടക്കുന്നത്. അപ്പോൾ ഇതിന് കൊയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂരം കാണാം. എന്തായാലും കാണണം. പൂര സമയത്ത് പക്ഷെ ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും കേട്ടോ. ഈ സമയത്താണ് ഭംഗി, ഈ സമയത്താണ്, പൂരത്തിനല്ല. പക്ഷെ പൂരം എന്ന് പറയുമ്പോൾ ഭയങ്കര ആഘോഷമായതുകൊണ്ട് അതിൻ്റെ രസം ഉണ്ടാവും. ഇവിടുത്തെ ചെറിയ ചെറിയ അമ്പലങ്ങളാണേലും വലിയ ഉത്സവങ്ങളാണ് നടക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അരമണിക്കൂറാണ് ഇവിടെ വന്നിരിക്കുന്നത്, ട്രെയിൻ കാണുന്നില്ല. നല്ല രസമാണ് കേട്ടോ ഇവിടെ. കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇരിക്കാനല്ലെങ്കിൽ നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് ട്രെയിന് അങ്ങനെ ഒരുപാട് ട്രെയിനൊന്നും ഇല്ല. നമ്മൾ വന്ന സമയത്ത് തന്നെ 3-4 ട്രെയിൻ പോയി. ഇനിയുള്ള ട്രെയിൻ എന്ന് പറയുന്നത് 5 മണിക്ക് ശേഷം. നമ്മളിവിടെ 4:20 ഇവിടെ വന്നതെന്ന് തോന്നുന്നു. 5 മണിക്ക് ശേഷം ഇനിയൊരു ട്രെയിനുണ്ട്. അത് നമ്മളെ എറണാകുളത്ത് നിന്നും പാലക്കാട് പോകുന്ന മേമു ആണ്. അപ്പോൾ ആ മേമും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട്, എന്താ പറയുക, ഇവിടെ നിന്ന് ആ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയാണ് ട്രെയിൻ പോകുന്നത്. ആ വ്യൂ കാണിക്കാനാണ് ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. അതിലെവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് സുഖിച്ചിരിക്കുകയാണല്ലേ. നിൽക്കുക ഓരോരുത്തരും ഉണ്ടാവും. കുറേ പേര് വന്നല്ലേ പശുവൊക്കെ ആയിട്ട്. എല്ലാം ഉണ്ട്, നല്ല ഭംഗിയാണ്. റീൽസ് എടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു അല്ലേ. അമ്പലത്തിൽ തൊഴാൻ വരുന്നതിനേക്കാളും കൂടുതൽ റീൽസ് എടുക്കാനാന്ന് തോന്നുന്നു. നമ്മള് ഉദ്ദേശിച്ച വണ്ടി ഇതല്ല, ഇത് അപ്പുറത്തെ ട്രാക്കിലൂടെ പോകുന്നതാണ്. ഇപ്പൊ നമ്മളെ മെമു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് പാലരുവി എക്സ്പ്രസ്.
എന്തായാലും അടിപൊളിയായി അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് ട്രെയിനൊക്കെ കണ്ട സന്തോഷത്തിൽ ഇറങ്ങുവാണ്. ഇനി ആതിര ഓടുന്ന നീ ഈ പുലിൻ്റെ ഇടയിൽ കൂടെ ഓടും, നല്ല രസമായിരിക്കും കാണാൻ. റെഡി? ഒറ്റ ഓട്ടോ നേരെ വണ്ടിയുടെ അവിടെ നിൽക്കാവും. ഓടുമല്ലേ? ഞാൻ പുറകെ ക്യാമറമാനും ഓടട്ടെ. ക്യാമറമാനും പുറകെ ഓടട്ടെ. മതിയല്ലേ? മട്ടാന്ന് വിചാരിക്കും. കുടിച്ചു തുടങ്ങിയോ? നല്ല ഓലം മേഞ്ഞ ഒരു ചായക്കട അല്ലേ? അങ്ങോട്ട് മേടിച്ചോ. അപ്പോൾ ഒരു ചായയും കുടിച്ച് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന നല്ല അടിപൊളി ലൊക്കേഷനിലാണ്. എവിടെ ചെന്നാലും വയലൊക്കെ കാണാം അല്ലേ? ചായ വെള്ളോ? ചായ ഒരു ഉഴുന്നോട്. നമ്മൾ ഈ റോഡെന്ന് പറഞ്ഞാൽ ചേലക്കരയാണ്. ചേലക്കരയിലോട്ട് പോകുന്ന റോഡ്. ഈ റോഡിൽ നമ്മൾ നേരെ പോയ ആലത്തൂരിൽ നിന്ന് ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ നേരെ പാലക്കാട് പോവാം. അപ്പോൾ നമ്മളിവിടെ വണ്ടിയൊക്കെ നിർത്തി ഒരു ചായയൊക്കെ കുടിക്കട്ടെ. വണ്ടി ഉണ്ടോ? ചായ വയ്ക്കാൻ വേണ്ടി നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് കമ്പനി ഉണ്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചായയുടെയും കഴിഞ്ഞ് ഇപ്പോൾ വീണേ ചായയുടെയും കഴിഞ്ഞ് നമ്മൾ ഉത്രാളിക്കാവും പോയി അല്ലേ? ഇനി നമ്മൾ നേരെ തിരിച്ച് ഇനി ഒരു കുറച്ച് ദൂരമുണ്ട്. നേരെ ആലത്തൂർ വഴി പാലക്കാടേക്ക്. വീട് ഇഷ്ടപ്പെട്ടാൽ ഏതാ? പറക്കാട്. പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രം ഇവിടെ വന്നപ്പോഴും പറയുന്നുണ്ട് അല്ലേ? ഒരു ക്ഷേത്രമുണ്ട്, അതുകൂടെ കാണിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോലെ. ഇതാണ് ആതിര പറഞ്ഞ ക്ഷേത്രം, പരക്കാട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം. പക്ഷേ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇരുട്ടായിപ്പോയി അല്ലേ? പകലായിരുന്നെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അകത്തോട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇപ്പൊ രാത്രിയായിട്ട് നമുക്കിനി അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തില്ല. ഈ സ്ഥലം എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ പേര് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? പരക്കാട്ട്. അറിയാൻ വയ്യ. എന്നാ പിടിച്ചോ. കാവശ്ശേരി അല്ലേ? ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമ്മള് വിചാരിച്ച് നടന്നില്ല. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റിയാണ് കേട്ടോ. ഇതുവഴി വരുമ്പോ ഇനി ഒരു ദിവസം ഇതുവഴി വരുമ്പോ നമുക്ക് പോവാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ നേരെ റൈഡ് ചെയ്ത് പോകുന്നു. അടുത്ത ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ?